എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചന്ന മസാലയാണ്. അപ്പോൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടല രാവിലെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുകയാണ് വേവിക്കാനായിട്ട്. അതേസമയം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി വേറൊരു കടായിൽ വെളിച്ചെണ്ണ ചൂടാകാൻ വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക്, ഒരു കരയാമ്പു, പെരുംജീരകം അത് പൊട്ടി വരുമ്പോഴേക്കും സവാള ഇടുക. ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1.5 സവാള. അധികം സവാളേൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കറിയാണ്. സവാളയും തക്കാളിയും ഒക്കെ കുറച്ചൊന്നും തന്നെ. സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും തക്കാളി ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തക്കാളിയിലും ഉള്ളിയിലും തക്കാളിയിലും നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ആ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ആ ഉള്ളിയൊക്കെ ഒന്നും വാടി നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ തക്കാളിയും ഉള്ളിയൊക്കെ വഴണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അലിഞ്ഞ് ചേരുന്ന രീതിയിൽ ഇനി മസാല ഇട്ട് തുടങ്ങാം. മഞ്ഞൾപ്പൊടി, ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ ഒരു മുളക് പൊടി ഇട്ടു. ഒരു 3 സ്പൂൺ, ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഒരു ടേബിൾ സ്പൂണാണ്. മഞ്ഞൾപ്പൊടി ഒരു 3 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് എടുത്തില്ല, അതുകൊണ്ട് ശരിക്കും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. കുറച്ചായിട്ട് എടുത്തത് കാരണമാണ് 3 പ്രാവശ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് തന്നെ എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. ഇനി നമ്മൾ വെന്ത കടല ഈ മസാലയൊക്കെ നല്ലോണം വഴണ്ട് വരണം. ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേക്കും വെന്ത കടല ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുക. അതേസമയം കുറച്ച് വെന്ത കടല നമ്മൾ മാറ്റി വെച്ച് അത് മിക്സിയിലേക്ക് ഇടുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തണുത്തതിന് ശേഷം അരയ്ക്കാം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ. ഞാൻ മിക്സിയിലോട്ട് ഇട്ട് വെച്ചെങ്കിലും അത് വെള്ളം ഒഴിച്ച് അതൊന്നൊരു ടെമ്പറേച്ചർ മാറിയതിന് ശേഷമാണ് അരച്ചത്. ആ അരപ്പ് നമുക്ക് ഈ കടലക്കറിയിലേക്ക് ചേർക്കാം. നന്നായിട്ടത് കുറുകി വരുന്നതാണ്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. ആ കടല അരയ്ക്കുമ്പോൾ ചേർക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണ് ഈ വെളുത്തുള്ളി ചേർക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ആദ്യം പെരിഞ്ചീരകം ഇട്ടില്ല, അതാണ് ഈ കടലക്കറിയിലെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് ഇളക്കി വാങ്ങി വയ്ക്കാം. കറി വേഗം തന്നെ കുറുകും. വെള്ളമായിട്ട് തോന്നിയാലും പെട്ടെന്ന് തന്നെ കുറുകും, കാരണം നമ്മൾ കടല അരച്ചിരിക്കുന്നത് കാരണം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഗോതമ്പൊടിയപ്പമാണ്, അതുകൊണ്ട് കുറച്ച് ചാറ് വേണം, അതുകൊണ്ട് കുറച്ച് വെള്ളമായിട്ടാണ് എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.